പൗലോസ് എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം അധ്യായം 6 നിന്നുള്ള ചോദ്യോത്തരങ്ങളടങ്ങിയ വീഡിയോയാണ്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. ഒന്നാമത്തെ ചോദ്യം, പൗലോസ് എഫെസോസിലെ കുട്ടികളോട് പറയുന്നതെന്ത്? ഉത്തരം, കർത്താവിൽ നിങ്ങൾ മാതാപിതാക്കന്മാരെ അനുസരിക്കുവിൻ. രണ്ടാമത്തെ ചോദ്യം, എന്താണ് പൗലോസ് ലീഹ ന്യായയുക്തമാണെന്ന് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം, മാതാപിതാക്കന്മാരെ അനുസരിക്കുന്നത്. മൂന്നാമത്തെ ചോദ്യം, മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുന്നത് വഴി എന്തെല്ലാം സാധിക്കുമെന്നാണ് കുട്ടികളോട് പൗലോസ് ലീഹ പറഞ്ഞിരിക്കുന്നത്? ഉത്തരം, ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുന്നതിനും നിങ്ങൾക്ക് നന്മ കൈവരുന്നതിനും. നാലാമത്തെ ചോദ്യം, നിങ്ങൾക്ക് നന്മ കൈവരുന്നതിനും ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുന്നതിനും വേണ്ടി എന്തു ചെയ്യാനാണ് പൗലോസ് ലീഹ എഫെസോസിലെ കുട്ടികളോട് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം, മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക. അഞ്ചാമത്തെ ചോദ്യം, വാഗ്ദാനത്തോടു കൂടിയ ആദ്യത്തെ കൽപ്പന ഏതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം, മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക. ആറാമത്തെ ചോദ്യം, പൗലോസ് ലീഹ പിതാക്കന്മാരോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഉത്തരം, നിങ്ങൾ കുട്ടികളിൽ കോപം ഉളവാക്കരുത്. ഏഴാമത്തെ ചോദ്യം, കുട്ടികളെ എപ്രകാരം വളർത്തുവിനെന്നാണ് സ്ലീഹ പറഞ്ഞിരിക്കുന്നത്? ഉത്തരം, കർത്താവിൻ്റെ ശിക്ഷണത്തിലും ഉപദേശത്തിലും. എട്ടാമത്തെ ചോദ്യം, പൗലോസ് ലീഹ ദാസന്മാരോട് പറഞ്ഞിരിക്കുന്നതെന്ത്? ഉത്തരം, നിങ്ങളുടെ ലൗകിക യജമാനന്മാരെ ക്രിസ്തുവിനെ എന്ന പോലെ ഭയത്തോടും ബഹുമാനത്തോടും ആത്മാർത്ഥതയോടും കൂടെ അനുസരിക്കണം. ഒൻപതാമത്തെ ചോദ്യം, ലൗകിക യജമാനന്മാരെ ആരെ എന്ന പോലെ അനുസരിക്കണമെന്നാണ് പൗലോസ് ലീഹ ദാസന്മാരോട് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം, ക്രിസ്തുവിനെ എന്ന പോലെ. പത്താമത്തെ ചോദ്യം, ലൗകിക യജമാനന്മാരെ ക്രിസ്തുവിനെ എന്ന പോലെ എപ്രകാരം അനുസരിക്കണമെന്നാണ് ദാസന്മാരോട് പൗലോസ് ലീഹ പറഞ്ഞിരിക്കുന്നത്? ഉത്തരം, ഭയത്തോടും ബഹുമാനത്തോടും ആത്മാർത്ഥതയോടും കൂടെ. 11ാമത്തെ ചോദ്യം, എപ്രകാരം ദൈവഹിതം അനുവർത്തിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ ദാസന്മാരായിരിക്കുവിനെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം, പൂർണ്ണ ഹൃദയത്തോടെ. 12ാമത്തെ ചോദ്യം, എങ്ങനെ ശുശ്രൂഷ ചെയ്യണമെന്നാണ് ദാസന്മാരോട് സ്ലീഹ പറഞ്ഞിരിക്കുന്നത്? ഉത്തരം, സന്മനസ്സോടെ. 13ാമത്തെ ചോദ്യം, ആർക്കു വേണ്ടി എന്നതുപോലെ സന്മനസ്സോടെ ശുശ്രൂഷ ചെയ്യാനാണ് പൗലോസ് ലീഹ ദാസന്മാരോട് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം, കർത്താവിന് വേണ്ടി. 14ാമത്തെ ചോദ്യം, ഓരോരുത്തർക്കും ഡാഷിന് തക്ക പ്രതിഫലം കർത്താവിൽ നിന്ന് ലഭിക്കുമെന്നറിഞ്ഞുകൊള്ളുവിൻ എന്നാണ് സ്ലീഹ പറഞ്ഞിരിക്കുന്നത്? ഉത്തരം, നല്ല പ്രവൃത്തികൾക്ക്. 15ാമത്തെ ചോദ്യം, യജമാനന്മാരോട് ദാസന്മാരെ എന്തു ചെയ്യരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം, ഭീഷണിപ്പെടുത്തരുത്. 16ാമത്തെ ചോദ്യം, നിങ്ങളുടെയും അവരുടെയും യജമാനൻ സ്വർഗത്തിലുണ്ടെന്നും അവിടത്തേക്ക് മുഖം നോട്ടമില്ലെന്നും അറിയുവിൻ. പൗലോസ് ലീഹ ആരോടാണ് ഇത് പറഞ്ഞത്? ഉത്തരം, യജമാനന്മാരോട്. 17ാമത്തെ ചോദ്യം, എന്തിലെല്ലാം കരുത്തുള്ളവരാകുവിനെന്നാണ് സ്ലീഹ പറഞ്ഞിരിക്കുന്നത്? ഉത്തരം, കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും. 18ാമത്തെ ചോദ്യം, സാത്താൻ്റെ കുടിലതന്ത്രങ്ങളെ എതിർത്തു നിൽക്കാൻ എന്തു ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം, ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. 19ാമത്തെ ചോദ്യം, എന്തിനു വേണ്ടിയാണ് ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിനെന്ന് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം, സാത്താൻ്റെ കുടിലതന്ത്രങ്ങളെ എതിർത്തു നിൽക്കാൻ. 20ാമത്തെ ചോദ്യം, എന്തിനെല്ലാം എതിരായിട്ടാണ് നമ്മൾ പടവെട്ടുന്നത് എന്നാണ് സ്ലീഹ പറഞ്ഞിരിക്കുന്നത്? ഉത്തരം, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായി. 21ാമത്തെ ചോദ്യം, എന്തിനെല്ലാം എതിരായിട്ടല്ല നമ്മൾ പടവെട്ടുന്നത് എന്നാണ് പൗലോസ് ലീഹ പറഞ്ഞിരിക്കുന്നത്? ഉത്തരം, മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല. 22ാമത്തെ ചോദ്യം, ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുന്നതിലൂടെ എന്തെല്ലാം നിങ്ങൾക്ക് സാധിക്കുമെന്നാണ് പൗലോസ് ലീഹ പറഞ്ഞിരിക്കുന്നത്? ഉത്തരം, തിന്മയുടെ ദിനത്തിൽ ചെറുത്തു നിൽക്കാനും എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കാനും. 23ാമത്തെ ചോദ്യം, തിന്മയുടെ ദിനങ്ങളിൽ ചെറുത്തു നിൽക്കാനും എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കാനും കഴിയുന്നത് എപ്പോഴാണ്? ഉത്തരം, ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുന്നതിലൂടെ.
24-ാമത്തെ ചോദ്യം, ഡാഷ് കൊണ്ട് അരമുറുക്കി ഡാഷ് കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവിനെന്നാണ് പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നത്. ഉത്തരം, സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച്. 25-ാമത്തെ ചോദ്യം, എന്തിന് ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കുവിനെന്നാണ് പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നത്? ഉത്തരം, സമാധാനത്തിൻ്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാദരക്ഷകൾ. 26-ാമത്തെ ചോദ്യം, ദുഷ്ടൻ്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് എപ്രകാരമുള്ള പരിച എടുക്കുവിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം, നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിൻ്റെ പരിച. 27-ാമത്തെ ചോദ്യം, എന്തിനു വേണ്ടിയാണ് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിൻ്റെ പരിച എടുക്കുവിനെന്ന് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം, ദുഷ്ടൻ്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന്. 28-ാമത്തെ ചോദ്യം, ദൈവവചനത്തെ എഫേസോസുകാർക്കുള്ള ലേഖനത്തിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ഉത്തരം, ആത്മാവിൻ്റെ വാൾ. 29-ാമത്തെ ചോദ്യം, ആത്മാവിൻ്റെ വാൾ എന്ന് എഫേസോസുകാർക്കുള്ള ലേഖനത്തിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്തിനെയാണ്? ഉത്തരം, ദൈവവചനത്തെ. 30-ാമത്തെ ചോദ്യം, എല്ലാ സമയവും എപ്രകാരം ആത്മാവിൽ പ്രാർത്ഥനാ നിരതരായിരിക്കുവിൻ എന്നാണ് എഫേസോസുകാരോട് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം, അപേക്ഷകളോടും യാചനകളോടും കൂടെ. 31-ാമത്തെ ചോദ്യം, ആർക്കു വേണ്ടി പ്രാർത്ഥിക്കാനാണ് അവിശ്രാന്തം ഉണർന്നിരിക്കാൻ പൗലോസ്ലീഹ എഫേസോസുകാരോട് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം, എല്ലാ വിശുദ്ധർക്കും വേണ്ടി. 32-ാമത്തെ ചോദ്യം, പൗലോസ്ലീഹയ്ക്ക് എന്തു ലഭിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കാനാണ് സ്ലീഹ പറഞ്ഞിരിക്കുന്നത്? ഉത്തരം, വായ് തുറക്കുമ്പോൾ വചനം ലഭിക്കാനും സുവിശേഷത്തിൻ്റെ രഹസ്യം ധൈര്യപൂർവ്വം പ്രഘോഷിക്കാനും വേണ്ടി. 33-ാമത്തെ ചോദ്യം, എന്തിൻ്റെ ബന്ധനസ്ഥനായ സ്ഥാനപതിയാണ് ഞാൻ എന്നാണ് പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നത്? ഉത്തരം, സുവിശേഷ രഹസ്യത്തിൻ്റെ. 34-ാമത്തെ ചോദ്യം, എൻ്റെ കടമയ്ക്കൊത്തവിധം എന്തു ചെയ്യാൻ വേണ്ടി നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് സ്ലീഹ പറഞ്ഞിരിക്കുന്നത്? ഉത്തരം, ധീരതയോടെ പ്രസംഗിക്കാൻ വേണ്ടി. 35-ാമത്തെ ചോദ്യം, പൗലോസ്ലീഹ എഫേസോസുകാർക്കുള്ള ലേഖനത്തിൽ വിശ്വസ്ത ശുശ്രൂഷകനും നമ്മുടെ പ്രിയ സഹോദരനും എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെയാണ്? ഉത്തരം, തിക്കിക്കോസിനെ. 36-ാമത്തെ ചോദ്യം, തിക്കിക്കോസിനെ പൗലോസ്ലീഹ വിശേഷിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ഉത്തരം, നമ്മുടെ പ്രിയ സഹോദരനും കർത്താവിൻ്റെ വിശ്വസ്ത ശുശ്രൂഷകനും. 37-ാമത്തെ ചോദ്യം, തിക്കിക്കോസിനെ അയക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്നാണ് പൗലോസ്ലീഹ എഫേസോസുകാരോട് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം, ഞങ്ങളുടെ വിശേഷങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതിനും നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുന്നതിനും വേണ്ടി. 38-ാമത്തെ ചോദ്യം, ഞങ്ങളുടെ വിശേഷങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതിനും നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുന്നതിനും വേണ്ടി ആരെയാണ് എഫേസോസുകാരുടെ അടുത്തേക്ക് അയക്കുന്നത് എന്നാണ് പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നത്? ഉത്തരം, തിക്കിക്കോസിനെ. 39-ാമത്തെ ചോദ്യം, പൗലോസ്ലീഹ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം അവസാനിക്കുന്നത് എങ്ങനെയാണ്? ഉത്തരം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും കൃപയും നിത്യജീവനും ഉണ്ടാകട്ടെ. 40-ാമത്തെ ചോദ്യം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും എന്തെല്ലാം ആശംസിച്ചുകൊണ്ടാണ് പൗലോസ്ലീഹ ലേഖനം അവസാനിപ്പിക്കുന്നത്? ഉത്തരം, കൃപയും നിത്യജീവനും.